Dear students, welcome. കേരള യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ ബികോം കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്കും BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്കും +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്കും പഠിക്കേണ്ട ഒരു കോമൺ ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡെസിമൽ ടു ബൈനറി കൺവേർഷനും ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ എന്ന രണ്ട് വ്യത്യസ്തമായ മെത്തേഡുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്പർ സിസ്റ്റം എന്താണെന്ന് പഠിച്ചു, നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്താണെന്ന് പഠിച്ചു. നമ്പർ സിസ്റ്റത്തിന്റെ ബേസിനെ കുറിച്ച് അടിസ്ഥാനപരമായ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡെസിമൽ ടു ബൈനറി കൺവേർഷനും ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു ഒരു നമ്പർ സിസ്റ്റത്തിൽ ലഭ്യമായിരിക്കുന്ന ടോട്ടൽ ഡിജിറ്റുകളെയാണ് ബേസ് എന്നറിയപ്പെടുന്നത്. നമുക്ക് ആദ്യം ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ എങ്ങനെയാണ് എന്ന് പെർഫോം ചെയ്ത് നോക്കാം. ടു കൺവേർട്ട് എ ഡെസിമൽ നമ്പർ ടു ബൈനറി, ഡിവൈഡ് ദ നമ്പർ ബൈ 2. ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ബൈനറിയുടെ ബേസ് ആയ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. നമ്മുടെ എക്സാമ്പിൾ നോക്കാം. കൺവേർട്ട് 17 ടു ദ ബേസ് 10 ടു ബൈനറി. 17നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം 17നെ ബൈനറിയുടെ ബേസ് ആയ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. കിട്ടുന്ന ഉത്തരം താത്ത് എഴുതുന്നു, അതിന്റെ റിമൈൻഡർ സൈഡിൽ എഴുതുന്നു. അങ്ങനെ നമ്മൾ 1 എന്ന് പറയുന്ന റിമൈൻഡർ കിട്ടുന്നവരെ നമ്മൾ പോയി ചെയ്യുന്നു. വീണ്ടും 8നെ ഡിവൈഡ് ചെയ്യുന്നു, 4 കിട്ടുന്നു, റിമൈൻഡർ 0. വീണ്ടും 4നെ ഡിവൈഡ് ചെയ്യുന്നു, 2 കിട്ടുന്നു, റിമൈൻഡർ 0. വീണ്ടും 2നെ ഡിവൈഡ് ചെയ്യുന്നു, 1 കിട്ടുന്നു. അങ്ങനെ നമ്മൾ ആ ഡിവിഷൻ പെർഫോം ചെയ്തിട്ട് താഴേന്ന് മുകളിലോട്ട് നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് എടുത്തെഴുതും. അങ്ങനെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 10001 ടു ദ ബേസ് 2 എന്നാണ് 17ന്റെ ഇക്വലന്റ് ബൈനറി വരുന്നത്. ഒരു ബൈനറി നമ്പർ എന്ന് പറയുന്നത് ബിറ്റ് രൂപത്തിലാണ് എഴുതുന്നത്. 0യും 1 ഉപയോഗിച്ചാണ് ബൈനറി നമ്പേഴ്സ് എഴുതുന്നത്. ഡെസിമൽ നമ്പറിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് സബ്സിക്വന്റ് ആയിട്ട് കിട്ടുന്ന ഡിവിഷനിൽ കിട്ടുന്ന റിമൈൻഡേഴ്സ് സൈഡിൽ എഴുതി റിമൈൻഡേഴ്സിനെ താഴേന്ന് മുകളിലോട്ട് എഴുതുന്ന രീതിയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഡെസിമലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഡെസിമലിനെ ഒക്ടലോട്ടാണെങ്കിൽ 8 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഡെസിമലിനെ ഹെക്സാഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 16 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു കോമൺ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. കൺവേർട്ട് 41 ടു ദ ബേസ് 2 ടു ബൈനറി. ആദ്യം 41നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. കിട്ടുന്ന കോഷ്യന്റ് 20 ആണ്. റിമൈൻഡർ 1 സൈഡിലോട്ട് എഴുതുന്നു. വീണ്ടും കോഷ്യന്റായ 20നെ വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. വീണ്ടും 10 കോഷ്യന്റ് കിട്ടുന്നു. റിമൈൻഡർ 0 സൈഡിലോട്ട് എഴുതുന്നു. വീണ്ടും 10 എന്ന് പറയുന്ന നേരത്തെ കോഷ്യന്റിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 5 എന്ന ഉത്തരം ലഭിക്കുന്നു. റിമൈൻഡർ 0 സൈഡിലോട്ട് എഴുതുന്നു. വീണ്ടും 5നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് കോഷ്യന്റ് 2 കിട്ടുന്നു. റിമൈൻഡർ 1 കിട്ടുന്നു. വീണ്ടും 2നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. കോഷ്യന്റ് 1 കിട്ടുന്നു. റിമൈൻഡർ 0 കിട്ടുന്നു. വീണ്ടും നമ്മൾ 1നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. കോഷ്യന്റ് 0 കിട്ടുന്നു. റിമൈൻഡർ 1 ആണ്. അങ്ങനെ ആ റിമൈൻഡേഴ്സിനെ താഴേന്ന് മുകളിലോട്ട് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 101,001. ഇതൊരു ഡയറക്റ്റ് മെത്തേഡാണ്. നമ്മൾ ഈ ഒരു മെത്തേഡിനെ ഡിവിഷൻ മെത്തേഡ് എന്ന് പറയും. സോ ടു കൺവേർട്ട് എ ഡെസിമൽ നമ്പർ ടു ബൈനറി, ഡിവൈഡ് ദ ഡെസിമൽ നമ്പർ ബൈ 2 ആൻഡ് റെക്കോർഡ് ദ റിമൈൻഡർ. റിമൈൻഡർ റെക്കോർഡ് ചെയ്യുന്നു, എഴുതുന്നു. കിട്ടുന്ന റിമൈൻഡറിനെ ബോട്ടം ടു ടോപ്പ് എന്ന് പറയുന്ന രീതിയിൽ എടുത്തെഴുതി അതാണ് ആ ഉത്തരമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. റിമൈൻഡേഴ്സ് മാത്രമാണ് നമ്മൾ എഴുതുന്നത്. അങ്ങനെ ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡയറക്റ്റ് മെത്തേഡിനെയാണ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഡിവിഷൻ മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയൊരു അശ്രദ്ധ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ കൃത്യമായ രീതിയിൽ നമുക്ക് ഉത്തരം ലഭിക്കണമെന്നില്ല. അതിന് നമ്മൾ വേറൊരു ഇൻഡയറക്റ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നു. ആ ഇൻഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയും. നമുക്കിനിയും ഡെസിമൽ ടു ബൈനറി എന്ന് പറഞ്ഞ കൺവേർഷൻ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം.
ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം 8421 എന്ന സംഖ്യ മനസ്സിൽ ഓർക്കുക. ഇനി നമുക്ക് രണ്ട് നിയമമുണ്ട്. യൂസ് ചെയ്ത ഡിജിറ്റുകളും അൺയൂസ്ഡ് ഡിജിറ്റുകളും. ഉപയോഗിച്ച ഡിജിറ്റുകളെ 1 എന്നും ഉപയോഗിക്കാത്ത ഡിജിറ്റുകളെ 0 എന്നും റെപ്രസെന്റ് ചെയ്യുന്നു. പിന്നെ 3 കാര്യം ഓർത്തെങ്കിൽ മാത്രമേ ഡെസിമൽ ടു ബൈനറിയെ ഷോർട്ട് കട്ട് മെത്തേഡിൽ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നു. 8421 എന്ന സംഖ്യ ഓർക്കുക. അതിൽ ഉപയോഗിച്ച ഡിജിറ്റുകളെ 1 എന്നും ഉപയോഗിക്കാത്ത ഡിജിറ്റുകളെ 0 എന്നും റെപ്രസെന്റ് ചെയ്യുന്നു. നമുക്കിനി ഡെസിമൽ 5ന്റെ ഇക്വലന്റ് ബൈനറി എഴുതാൻ നമുക്ക് നോക്കാം. ആദ്യം 8421 എന്ന സംഖ്യ സൈഡിലോട്ട് എഴുതുന്നു. ഇനി നമുക്ക് 8421 എന്ന സംഖ്യയിൽ 5 എഴുതണമെങ്കിൽ നമുക്ക് 4+1 ആണ് യൂസ് ചെയ്യുന്നത്. 8 ഉപയോഗിച്ചില്ല, സ്വാഭാവികമായിട്ടും 8ന്റെ അടിയിൽ 0 എഴുതുന്നു. 4 ഉപയോഗിച്ച് 4ന്റെ അടിയിൽ 1 എന്ന് എഴുതുന്നു. 2 ഉപയോഗിച്ചില്ല, 2ന്റെ അടിയിൽ 0 എന്ന് എഴുതുന്നു. 1 ഉപയോഗിച്ചു, 1ന്റെ അടിയിൽ നമ്മൾ 1 എന്ന് എഴുതുന്നു. അങ്ങനെ 5ന്റെ ഇക്വലന്റ് ബൈനറി എന്ന് പറയുന്നത് 0101 ആണ്. ഇനി 12ന്റെ ബൈനറി നോക്കിയാൽ 8+4 ആണ് 12. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 1100. കാരണം 8ഉം 4ഉം മാത്രം ഉപയോഗിച്ചുള്ളൂ, 2ഉം 1ഉം ഉപയോഗിച്ചില്ല. അതുകൊണ്ട് 8ന്റെ അടിയിൽ 4ന്റെ അടിയിൽ നമ്മൾ 1 എന്ന് എഴുതുന്നു. ഉപയോഗിക്കാത്ത 2ന്റെയും 1ന്റെ അടിയിൽ നമ്മൾ 0 എന്ന് എഴുതുന്നു. അങ്ങനെ 17ന്റെ ബൈനറി നോക്കിയാൽ 8421 ഉപയോഗിച്ച് 17 ഇടാൻ കഴിയുന്നില്ല. കാരണം 15 വരെയുള്ള സംഖ്യകൾ മാത്രമേ 8421 ഉപയോഗിച്ച് എഴുതാൻ കഴിയുന്നുള്ളൂ. 15ൽ കൂടുതലുള്ള സംഖ്യകളാണെങ്കിൽ നമ്മൾ 168421 എന്ന സംഖ്യ ഉപയോഗിക്കുന്നു. 16+1 ആണ് 17. അതുകൊണ്ട് 17ന്റെ ബൈനറി എന്ന് പറയുന്നത് 10001. കാരണം 16ഉം 1ഉം മാത്രം യൂസ് ചെയ്യുന്നു. നമുക്കിനി ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ നോക്കാം. നമുക്കറിയാവുന്ന ബൈനറിയുടെ ബേസ് 2 ആണ്, ഡെസിമലിന്റെ ബേസ് 10 ആണ്. അങ്ങനെ 2 ബേസിൽ ഇരിക്കുന്ന നമ്പറിനെ 10 ബേസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമ്മൾ ആദ്യം ഒരു ഡയറക്റ്റ് മെത്തേഡാണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമ്മൾ ബേസ് എന്താണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ദ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് അവൈലബിൾ ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് ബേസ്. ഒരു നമ്പർ സിസ്റ്റത്തിൽ ലഭ്യമായ ടോട്ടൽ ഡിജിറ്റുകളെയാണ് നമ്മൾ ബേസ് എന്നറിയപ്പെടുന്നത്. ടു കൺവേർട്ട് എ ഡെസിമൽ നമ്പർ, ടു കൺവേർട്ട് എ ബൈനറി നമ്പർ ടു ഡെസിമൽ, ഒരു ബൈനറി നമ്പറിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 3 സ്റ്റെപ്പുകളാണ് നമ്മൾ പെർഫോം ചെയ്യുന്ന. 3 സ്റ്റെപ്പുകളായിട്ടാണ് ഒരു ബൈനറി നമ്പറിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആദ്യ സ്റ്റെപ്പിൽ ഓരോ നമ്പറിന്റെയും പ്ലേസ് വാല്യൂ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഓരോ ബിറ്റിനെയും പ്ലേസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ കിട്ടുന്ന മൾട്ടിപ്ലിക്കേഷൻ പ്രോഡക്റ്റിന്റെ സം എടുക്കുന്നു. നമുക്കിവിടെ 1010 എന്ന് പറയുന്ന നമ്പറിനെ കൺവേർട്ട് ചെയ്ത് നോക്കാം. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് പ്ലേസ് വാല്യൂ എഴുതുന്നത്. 2^0, 2^1, 2^2, 2^3 എന്ന് എഴുതുന്നു. വീണ്ടും നമ്മൾ പ്ലേസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × 2^3 പ്ലസ് 0 × 2^2 പ്ലസ് 1 × 2^1 പ്ലസ് 0 × 2^0. നമുക്ക് 8+2 കിട്ടുന്നു, 10 എന്ന് ഉത്തരം കിട്ടുന്നു. 1010 നമുക്കറിയാം. 8421 ഉപയോഗിച്ച് ഉത്തരം പരിശോധിച്ചാൽ നമുക്കറിയാം 10 ആണ്. അങ്ങനെ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ 3 ഘട്ടമായിട്ട് ചെയ്യുന്നു. ആദ്യം ബൈനറി സംഖ്യയുടെ ഓരോ ബിറ്റിനെ മുകളിൽ കറസ്പോണ്ടിങ് പ്ലേസ് വാല്യൂ എഴുതുന്നു, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. പിന്നീട് ബിറ്റിനെ പ്ലേസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നീട് ആ മൾട്ടിപ്ലിക്കേഷൻ പ്രോഡക്റ്റിന്റെ സം കണ്ടെത്തുന്നു. അങ്ങനെ 3 സ്റ്റെപ്പുകളായിട്ടാണ് ബൈനറി ടു ഡെസിമൽ കൺവേർഷന്റെ ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് 8421 എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാം. അപ്പൊ 1010 8421 എഴുതുക. നമുക്കറിയാം 8+2 ആണ് 10. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് 10 എന്ന ഉത്തരം പെട്ടെന്ന് ലഭിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. കൺവേർട്ട് 100101 ടു ഡെസിമൽ. നേരത്തെ പറഞ്ഞ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പ്ലേസ് വാല്യൂ എഴുതുന്നു. 2^0, 2^1, 2^2, 2^3, 2^4, 2^5. നമ്മുടെ സംഖ്യയിൽ നമുക്ക് മൊത്തം 6 ബിറ്റുകളുണ്ട്. സ്വാഭാവികമായിട്ടും പരമാവധി വെയിറ്റ് 2^5 ആയിരിക്കും. അത് മനസ്സിൽ ഓർക്കുക. കാരണം 2^0 തുടങ്ങുന്നു. ഇനി നമുക്ക് ഓരോ ബിറ്റിന്റെയും പ്ലേസ് വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് 1 × 2^5 പ്ലസ് 0 × 2^4 പ്ലസ് 0 × 2^3 പ്ലസ്
1 into 2 raised to 2 plus 0 into 2 raised to 1 plus 1 into 2 raised to 0 എന്ന് കിട്ടുന്നു. നമ്മുടെ സം എന്ന് പറയുന്നത് 32 plus 4 plus 1 എന്ന് കിട്ടുന്നു. അങ്ങനെ 37 എന്ന് നമുക്ക് ഉത്തരം ലഭിക്കുന്നു. ഇതിനെ നമ്മൾ നേരത്തെ പഠിച്ച ഇൻഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താൽ 1, 2, 4, 8, 16, 32 എന്നിടാം. കാരണം 6 ബിറ്റുകളുണ്ട്. അപ്പൊ 6 ബിറ്റിനെ നമുക്ക് 32, 16, 8, 4, 2, 1 എന്ന സംഖ്യ ഉപയോഗിച്ച് എഴുതിയാൽ 32 പ്ലസ് 4 പ്ലസ് 1 ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചും ഇൻഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചും നമുക്ക് ഉത്തരം ലഭിക്കുന്നു. ചില അവസരത്തിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് നമുക്ക് പെട്ടെന്ന് കൺവീനിയന്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പുതിയ ടോപ്പിക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ ആവശ്യങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.